ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പൂസ് കുക്ക്ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മുട്ടക്കറി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങി ആണല്ലോ കറി വെക്കാറ്, അല്ലെങ്കിൽ മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ടൊക്കെയല്ലേ വെക്കാറ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മമ്മിയുടെ കറിയാണിത്, മദർ-ഇൻ-ലോൻ്റെ കറി. ഇത് വേറെ ആരും ഉണ്ടാക്കി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ സാധാരണ ഇത് ഇടിയപ്പത്തിനാണ് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാറ്. പുട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിൽ വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. 3 പച്ചമുളകും 1 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. എരിവനുസരിച്ച് നിങ്ങൾ മുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കറിവേപ്പിലയും. ഇത് നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള പതുക്കൊന്ന് നിറം മാറി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചതും 1 മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ മിക്കവാറും സൺഡേസ് ബ്രേക്ക്ഫാസ്റ്റ് മമ്മി ഇതാണ് ഉണ്ടാക്കാറ്. വളരെ ടേസ്റ്റിയാണ്. ആ തേങ്ങാപ്പാൽ കിടന്ന് മുട്ട വെന്ത് വരുമ്പോഴത്തെ ഒരു ടേസ്റ്റ്. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയിടുന്നതല്ലല്ലോ, മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നതുകൊണ്ട് ശരിക്കും ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അതിലേക്ക് വരും. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്തേക്കുന്നത്. ഇത് നല്ലോണം നമുക്ക് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് തീ കുറച്ച് വെച്ച് വഴറ്റാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ കറിക്കൊരു കയ്പ്പ് രസം വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി നല്ലോണം പഴുത്തത് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, സവാള വേണം കൊത്തി എരിഞ്ഞാണ് ചേർക്കേണ്ടത്. സ്ലൈസ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് കൊത്തി എരിഞ്ഞിടുന്നതാണ്. ഇനി നമുക്ക് ഈ തക്കാളി വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ കയ്യിൽ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് 1/2 മുറി തേങ്ങ. അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 4 മുട്ട ഇവിടെ പൊട്ടിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം 2-ാം പാല് ചേർത്ത് നന്നായി തിളപ്പിക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. അപ്പം നമ്മുടെ 2-ാം പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ തീ നല്ലോണം കൂട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മുട്ട ഓവറായിട്ട് വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് വേവാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടിപ്പാൽ ഒഴിക്കാം. കട്ടിപ്പാൽ ഒഴിക്കുമ്പോൾ തീ താത്തി വെച്ചിട്ട് ഒഴിക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഇത് തിളയ്ക്കാൻ പാടില്ല, തിളച്ച കറി പിരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ താഴെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു. നമ്മുടെ തേങ്ങാപ്പാൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി. എല്ലാവരും എന്തായാലും തയ്യാറാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.